ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ പായസത്തിനായിട്ട് 1/2 കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ആ കുക്കറിൽ തന്നെ പരിപ്പൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ഇതിനായിട്ട് 2 തേങ്ങയുടെ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 തേങ്ങയുടെ 1/4 പാലും 2/2 പാലുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വറുത്ത് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. പരിപ്പ് നന്നായിട്ട് വെന്താലേ ഈ പായസത്തിന് നല്ലൊരു കുറുക്ക് പരുവം കിട്ടത്തുള്ളൂ. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പരിപ്പും ശർക്കരയും തമ്മിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങയുടെ 1/4 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, സ്റ്റൗ ഓഫ് ചെയ്യുക. പായസം ഇരിക്കും തോറും കുറുകി വരും.